വസുചന്ദനം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഉഞ്ഞേരി. പർച്ചേസിംഗ് കഴിഞ്ഞ് കഫേയിൽ കയറിയപ്പോഴാണ് ശരൺ വസുവിന് ഫോൺ ചെയ്ത്. താൻ പറയുന്നൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ കോൾ കട്ടേന്റെ ദേഷ്യം വസുവിനെ തെറി വിളിച്ച് തീർത്തു ശരൺ. ബില്ലും പേ ചെയ്ത് ഫോണും വാലറ്റും പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് കഫേയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോഴാണ് ഒരാളുമായി കൂട്ടിയിടിക്കുന്നത്. സോറി. ശരൺ പെട്ടെന്ന് ക്ഷമാപണം നടത്തി. പക്ഷെ ആ മുഖം കണ്ടത് അവനൊരു നിമിഷം അനങ്ങാതെ നിന്നു. പെട്ടെന്ന് തന്നെ നോട്ട് അവളുടെ കയ്യിലുള്ള കുട്ടിയിലേക്ക് എത്തി. ഉള്ളിൽ അതിയായ വേദന അനുഭവപ്പെടുന്ന അവൻ അറിഞ്ഞു. ആദ്യമായും അവസാനമായും പ്രണയം തോന്നിയ പെണ്ണ് ഒരിക്കലും തനിക്ക് സ്വന്തമാവുമെന്ന് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്നിട്ടും കാത്തിരുന്നു. ഈ കഴിഞ്ഞ 2.5 വർഷവും ഇവൾക്കായി കാത്തിരുന്നു. ഇടയിൽ എപ്പോഴും അറിയാൻ കഴിഞ്ഞു ഇവൾക്ക് ഇവളുടെ പ്രണയം കിട്ടിയിട്ടില്ലെന്ന്. ഇവൾ ആത്മാർത്ഥമായി സ്നേഹിച്ചതിന് ഇവളെ മനസ്സിലാക്കിയില്ലെന്ന്. അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തെങ്കിലും ഇവൾ തന്നെ മനസ്സിലാക്കുമെന്നും തനിക്ക് ഇവളെ കിട്ടുമെന്നും പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷയുടെ മേലാണ് അച്ഛന്റെ ബിസിനസ് ഏറ്റെടുത്ത് ഗൾഫിലേക്ക് പോയതും ഇപ്പോൾ വീണ്ടും നാട്ടിലേക്ക് വന്നതും. ശരണിന് തന്റെ കണ്ണുകൾ അനുസരണക്കേട് കാണിക്കുമെന്ന് തോന്നി. അവൻ വേഗം നോട്ടം തെറ്റിച്ചു. പക്ഷെ എന്തോ ഒന്ന് കണ്ണിലുടക്കിയ പോലെ അവൻ വീണ്ടും അവളെ നോക്കി. നെറ്റിയിൽ സിന്ദൂരമില്ല, കഴുത്തിൽ താലിയില്ല. ആ മുഖവും ശരീരവും നന്നേ ക്ഷീണിച്ചിരിക്കുന്നു. പഴയ ഉത്സാഹമോ സന്തോഷമോ കുറുമ്പോ ഒന്നും അവളിലില്ല. കണ്ണുകളിൽ വേദന മാത്രം. ശരണിന് യാതൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അതേ അവസ്ഥ തന്നെയായിരുന്നു ചിഞ്ചുവിനും. ശരണിനെ പെട്ടെന്ന് കണ്ടതിലുള്ള ഞെട്ടിലായിരുന്നു അവൾ. ഇനിയൊരിക്കലും കാണുമെന്ന് കരുതിയതല്ല. മറവിക്ക് നൽകിയിരുന്ന ചില മുഖങ്ങൾ, അതിൽപ്പെട്ടതാണ് ശരണെന്ന് അവൾ ഓർത്തു. പക്ഷെ ആഗ്രഹിച്ചിരുന്നു ഒരു വട്ടം കാണാൻ. അതെന്തിനായിരുന്നു? ഉള്ളിലുള്ള വേദനകൾ ഇറക്കി വെക്കാനോ? അറിയില്ല. ചിഞ്ചുവിന്റെ കൺകോണിൽ നനവ് പടർന്നു. ചിഞ്ചു, നീ ഒരുപാട് മാറിപ്പോയി, നന്നായി ക്ഷീണിച്ചു. എങ്ങനെ തുടങ്ങണമെന്ന് ശരണിന് അറിയില്ലായിരുന്നു. ഇങ്ങനെയാണ് നാവിൻ തുമ്പിൽ വന്നത്. മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ വിഷാദമല്ലാതെ മറ്റൊന്നവന് കണ്ടെത്താനായില്ല. മോൾക്ക് എത്രയായി? നെഞ്ച് പിടയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ കൈനീട്ടി വാത്സല്യത്തോടെ ശ്രീകുട്ടിയുടെ കവിളിൽ തൊട്ടു. 1.5 എന്താ പേര്? മോളെന്തോ സംസാരിക്കില്ലേ? സംസാരിക്കാൻ തുടങ്ങിയില്ലേ? മോളുടെ അങ്കിളാ ഞാൻ. ശരൺ വീണ്ടും അരുമയോടെ ശ്രീകുട്ടിയെ തഴുകി. അവൾ അപ്പോൾ തന്നെ ഇഷ്ടക്കേടോടെ മുഖം വിട്ടിച്ച് ചിഞ്ചുവിന്റെ തോളിലേക്ക് അമർന്നു. കാര്യാക്കണ്ട, വാശിക്കാരിയാ. പെട്ടെന്നൊന്നും ആരോട് അടുക്കില്ല, സമയം പിടിക്കും. സായുജി എന്നാ പേര്, ശ്രീകുട്ടിന്ന് വിളിക്കും. ചന്തു അല്ല ചന്ദന. തീരെ താല്പര്യമില്ലാതെയായിരുന്നു അവൻ ചോദിച്ചത്. ആ താല്പര്യമില്ലായ്മ ചിഞ്ചുവിന് മനസ്സിലായി. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ശരൺ പക്ഷേ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കാൻ തയ്യാറായില്ല. അല്ലെങ്കിൽ എന്തിനാ ആവർത്തിക്കണം? അവളെ ചോദിക്കേണ്ട ഒരു കാര്യവും തനിക്കില്ല. പക്ഷേ ചിഞ്ചുവിനെ കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഒരു കാലത്ത് വാസു ജീവനെ പോലെ കൊണ്ടുനടന്ന പെണ്ണല്ലേ? താൻ സ്വന്തം അനിയത്തിയായി സ്നേഹിച്ചവളല്ലേ? ശരണിന്റെ മുഖം എന്തൊക്കെയോ ഓർമ്മകളിൽ ഇരുണ്ട് കെട്ടി. സണ്ണി. വളരെ മടിച്ചുകൊണ്ടാണ് അവൾ അത് ചോദിച്ചത്. അവനിപ്പോ ഡൽഹിയിലാ. പഠിച്ചതും നേടിയെടുത്ത അറിവും കഴിവൊന്നും മതിയായില്ലെന്ന്, ഇനിയും കുറേയേറെ അറിയാനും നേടാനും ഉണ്ടെന്ന്. ശരൺ ചിരിച്ചു. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. അവളെന്തേ വസുവിനെ തിരക്കുന്നില്ലെന്ന് അവനെ വിഷമത്തിലാക്കി. മനഃപൂർവ്വമായിരിക്കാം. അല്ലാതെ ഒരിക്കലും ഇവൾ വസുവിനെ മറക്കില്ല. സ്വന്തം പപ്പയോളം തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ വസുവിന്റെ സ്ഥാനം. അവൻ സ്വയം ഉത്തരം കണ്ടെത്തി. എന്നാലും തന്റെ ഉള്ളിലുള്ള മറ്റു ചോദ്യങ്ങളൊക്കെ അവളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതിന് അല്പ നേരത്തെ ഒരു സംസാരം ആവശ്യമാണെന്ന് തോന്നി. ചോദിക്കാൻ വേണ്ടി വായ തുറന്നു അവൾ ഇങ്ങോട്ട് ചോദിച്ചു. ശരണ് തിരക്കുണ്ടോ? എനിക്കല്പം സംസാരിക്കാനുണ്ടായിരുന്നു. ആൾക്ക് എന്താണ് തന്നോട് സംസാരിക്കാനുള്ളതെന്നോർത്ത് അവനൊരു നിമിഷം ചിന്തയിലാണ്. എങ്കിലും തന്റെ ആഗ്രഹം തന്നെയല്ലേ എന്നോർത്ത് ഉടനെ സമ്മതം അറിയിച്ചു. ഓഫ് കോഴ്സ്, വാ, അങ്ങോട്ടിരിക്കാം. അവനവളെ കഫേയിലേക്ക് തന്നെ ക്ഷണിച്ചു. വേണ്ട, മറ്റെവിടെയെങ്കിലും. ഓക്കെ. അവൻ ചുറ്റിനു നോക്കി. എല്ലായിടത്തും ഉച്ചവെയിലാണ്. കുറച്ചു ദൂരെയായ ഒരു തണൽ മരവും അതിന് കീഴെ ഒരു വിശ്രമ സ്ഥലവും പോലെ കാണപ്പെട്ടു. അവൻ അവളെയും കൂട്ടി അങ്ങോട്ട് നടന്നു. ദേവേട്ടാ. അവൻ കണ്ണുകൾ തുറന്നു നോക്കി. അരികിൽ നിറപുഞ്ചിരിയോടെ സാന്ദ്ര നിൽക്കുന്നു. ഒരു നിമിഷത്തേക്ക് അവന്റെ അസ്വസ്ഥകളെല്ലാം എങ്ങോ പോയി മറഞ്ഞു. മുഖം സന്തോഷത്താൽ വിടർന്നു. എന്താ ദേവേട്ട ഇത്? എന്റെ ദേവേട്ട ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ? എണീറ്റ് വന്ന് വല്ലതും കഴിച്ച്. സാന്ദ്ര അതീവ സ്നേഹത്തോടെ അവന്റെ കൈകൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സാന്ദ്ര. അവൻ അരുമയോടെ വിളിച്ച് ആ കവിളിൽ തഴുകി. ആരെ പ്രതീക്ഷ നീ നിൽക്കുന്നു? വസുവിനെ. അവൻ വരുന്നു കരുതിയിട്ടാണോ ഈ നോക്കിയിരിപ്പ്? എന്നാ നീ കേട്ടോ, അവൻ ഇനി വരില്ല ചന്തു. നിന്നോട് കല്യാണത്തിന് സമ്മതിച്ചോളാൻ അവൻ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നീ ആഗ്രഹിച്ച നിന്റെ അപ്പയുടെ സന്തോഷം കാണാനല്ലേ? അപ്പയുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കാണാനല്ലേ നീ കൊതിക്കുന്നു? ഇതും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവൻ. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ചന്തു തറഞ്ഞിരുന്നു. ഒരു നിമിഷം താൻ കേൾക്കുന്ന നുണ മാത്രമാവണമെന്ന് അവൾ അതിയായിട്ട് ആഗ്രഹിച്ചു. അപ്പോഴേക്കും കണ്ണുകൾ കരകവിയാൻ തുടങ്ങിയിരുന്നു. എന്തിനാ നീ ഇങ്ങനെ മരവിച്ച് നിൽക്കുന്നത്? ആർക്ക് വേണ്ടി നീ കണ്ണിറുക്കുന്നത്? അവന് വേണ്ടിയോ? ആ വസുദേവിന് വേണ്ടിയോ? അവന് നിന്നെ വേണ്ടെന്നല്ലേ പറഞ്ഞു? വേണമായിരുന്നെങ്കിൽ എന്ത് റിസ്ക് എടുത്തിട്ടാണ് നിന്നെ സ്വന്താക്കാൻ നോക്കിയായിരുന്നു. അതിന് അവന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സം നിന്റെ അപ്പയല്ല, ഈ ലോകം തന്നെ ആയാലും. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ദയവായിട്ട് ഒരിക്കലും ഇങ്ങനെ പറയില്ല. ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നല്ലേ പറഞ്ഞ്. എങ്ങനെയാലും അപ്പയെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന്. എന്തുവന്നാലും എന്നെ മറ്റാൾക്കും വിട്ടുകൊടുക്കില്ലെന്നാ പറഞ്ഞ്.
ഞാൻ എൻ്റെ ദേവേണ്ണ അത്രമാത്രം വിശ്വസിക്കുന്നു, അത്രമാത്രം സ്നേഹിക്കുന്നു. കുറെ നാളായിട്ടുള്ള എൻ്റെ നെഞ്ചിലെ പിടപ്പ് ഞാൻ പറയാത്തതിന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും. പറയുമ്പോൾ വളരെ വളരെ നേർത്തിരുന്നു ചന്തുവിന്റെ ശബ്ദം. തളർന്നു വീഴാതിരിക്കാൻ വേണ്ടി കട്ടിലിന്റെ കയ്യിൽ പിടിമുറുക്കിയിരുന്നു. ഓവ്, മനസ്സിലാക്കിയിട്ടുണ്ട്, നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണല്ലോ ഒടുക്കി ഇത്ര നിസ്സാരായിട്ട് നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞ്. നിനക്ക് ഭ്രാന്താ ചന്തു, വസുദേവൻ എന്ന ഭ്രാന്ത്. ഞാനല്ലേ നിന്റെ മനസ്സിലേക്ക് അവനെ കുത്തിയിറച്ച് ഞാൻ തന്നെ പറയുവാ പടിയിറക്കി വിടാൻ. ഒരു കാര്യം അറിയാം നിനക്ക്, വസുവിന്റെ വിവാഹം അവൻ നിന്റെ വിവാഹത്തിന്റെ അന്ന് തന്നെ അവനവന്റെ വീട്ടുകാർ കണ്ടുപിടിച്ച പെണ്ണുമതിയെന്ന്. അച്ഛനെയും അമ്മയും വേദനിപ്പിക്കാൻ അവന് കഴിയില്ലെന്ന്, നീയും വേദനിക്കേണ്ടത്. അവനെ മറന്ന് സന്തോഷത്തോടെ വിവാഹത്തിന് തയ്യാറെടുക്കണമെന്ന്. ലൈഫിൽ എത്രയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലൊന്നു മാത്രമായിരുന്നു നീയെന്ന് എന്നോട് പറഞ്ഞ അവൻ ഇതല്ല. അവന്റെ മുഖത്ത് ഇത്തിരി പോലും സങ്കടമോ വാക്കിലെ അല്പം പോലും ഇടർച്ചയോ എന്തിന്? നീ എപ്പോഴും പറയുന്ന ആ കണ്ണുകളിൽ വരുന്ന നിന്നോട് അടങ്ങാത്ത പ്രണയത്തിന്റെ ഒരു ചെറു ലാഞ്ചന പോലും ഞാൻ ഇന്ന് കണ്ടില്ല ചന്തു. അവന്റെ മനസ്സിൽ നീയും നിന്നുള്ള പ്രണയം അസ്തമിച്ചിരിക്കുന്നു. വിശ്വാസത്തിൽ നീ ഇതൊന്ന് കേട്ടു നോക്ക്, അവന്റെ ശബ്ദ. ചിഞ്ചു ഫോൺ എടുത്ത് നീട്ടിയെങ്കിലും അത് നോക്കാനോ അതിലെന്താണെന്ന് കേൾക്കാനോ ചന്തുവിന് കഴിഞ്ഞില്ല. അതിനു മുന്നേ തളർച്ചയോടെ ബെഡിലേക്ക് വീണിരുന്നു. ചിഞ്ചു അവൾക്കരികിൽ വന്നിരുന്നു. അറേഞ്ച്ഡാണെന്നാ പറയുന്നു, പക്ഷെ എനിക്കതിന് തോന്നുന്നില്ല. നീ വിളിക്കുന്ന പോലെ ദേവേട്ടൻ തന്നെയാ അവളവനെ വിളിക്കുന്നത്. അവന് വന്ന ഫോൺ കോൾ ഞാൻ കേട്ടതാ. പ്രണയിച്ച് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവനെ പോലുള്ളവർക്ക് ഒരേ സമയം എത്ര വേണമെങ്കിലും ആവാലോ. അവനെ വിശ്വസിച്ച് ഞങ്ങളാ വെറും വിഡ്ഢികള്. സൗന്ദര്യം മാത്രമല്ലേ നിനക്കുള്ളൂ എന്ന് കരുതി കാണും. എടുത്തു പറയാൻ മാത്രം സ്വത്തോ സമ്പത്തോ ഒന്നും ഇല്ലാത്തൊരു സാധാരണ കുടുംബത്തിലെ പെണ്ണ്. അത്ര വിലയാവും നിനക്ക് കൽപ്പിച്ചിട്ടുള്ളൂ. അല്ലെങ്കിലും പ്രണയം വിവാഹം എപ്പോഴും രണ്ടു തന്നെയാണ്. പ്രണയിക്കാൻ തിരഞ്ഞെടുത്തതിന് വിവാഹത്തിന് തിരഞ്ഞെടുക്കണമെന്നില്ല. അവിടെ നോക്കുന്ന ലാഭം മാത്രമാണ്. നിന്നോട് അവനെ സ്നേഹിക്കാൻ പറഞ്ഞ ഞാനാണ് തെറ്റായിപ്പോയി, വലിയ തെറ്റുപറ്റിപ്പോയി എനിക്ക്. ഞാനും വിശ്വസിച്ചു പോയിരുന്നു അവനെ, പക്ഷെ ഇനി ആ വിശ്വാസം അവനെ അറിയിക്കുന്നില്ല. പോട്ടെ, വേണ്ട അവൻ നിനക്കിനി. കരഞ്ഞുകൊണ്ട് ചിഞ്ചു അത്രയൊക്കെ പറഞ്ഞുവെങ്കിലും അതിൽ നിന്നൊന്ന് മാത്രമേ ചന്തു കേട്ടുള്ളൂ. നീ വിളിക്കുന്ന പോലെ ദേവേട്ടൻ തന്നെയാ അവളവനെ വിളിക്കുന്നത്. ചെവികളിൽ വീണ്ടും വീണ്ടും മുഴങ്ങുന്നതായും ചുട്ടുപഴുത്ത ഈയത്തേക്കാളേറെയായി അത് തന്റെ കാതുകളെ പൊള്ളിക്കുന്നതായും തോന്നി അവൾക്ക്. നിങ്ങളല്ല ദേവേട്ടൻ, അങ്ങനെ വിളിച്ചാൽ മതി. നീ എന്നെ മറ്റാരും വിളിക്കാത്ത പേര്, പണ്ട് മുത്തശ്ശി സ്നേഹത്തോട് വിളിച്ചിരുന്ന പേര്. മുത്തശ്ശി പോയത് പിന്നെ മറ്റാരും വിളിച്ചിട്ടില്ല. എല്ലാവർക്കും ഞാൻ വസുവാ, പക്ഷെ നിനക്ക് മാത്രം ദേവാണ്. നിന്റെ മാത്രം ദേവ്, ഈ ചന്ദനയുടെ മാത്രം ദേവ്. കേട്ടല്ലോ, എങ്ങാനും ഇത് മറന്ന് നിങ്ങളെന്ന് വിളിച്ചാ അറിയാലോ എന്നെ. കാതോരൻ ചുണ്ടുകൾ ചേർത്ത് അവൻ പ്രണയത്തോടെ പറഞ്ഞ ഇപ്പോഴും തന്നെ കുളിരണിക്കുന്നതായി തോന്നി അവൾക്ക്. പക്ഷെ അല്പം മുമ്പ് കേട്ടവ വീണ്ടും ചെവിയിൽ ഇരമ്പി വന്നു. ആ കുളിരൊരു നീറ്റലായി മാറുന്നത് അറിഞ്ഞു അവൾ. എന്റെ ദേവേട്ടനെന്ന് വിളിക്കാൻ മറ്റൊരു പെണ്ണോ? സ്നേഹിക്കാൻ ഞാനല്ലാതെ വേറൊരു പെൺകുട്ടി, എന്നല്ലാതെ മറ്റൊരാൾ അദ്ദേഹം സ്നേഹിക്കുന്നെന്നോ? നിമിഷങ്ങൾക്കകം മനസ്സ് മരവിച്ചു പോയിരുന്നു. എന്തെന്നില്ലാതെ കണ്ണുകൾക്ക് ഇരുവശവും നീർച്ചാലുകൾ ഒഴുകിക്കൊണ്ടേയിരുന്നു. ഇല്ല! വലിയ നിലവിളിയോടെ ചന്ദന മയക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ദേവേട്ട എന്റെയാ, എന്റെ മാത്രം. എണീറ്റിരുന്ന് ഉറക്കി അലമുറിയിട്ട് കരഞ്ഞു. ചുറ്റുമുള്ള ഓരോന്നും തട്ടിത്തെറിപ്പിക്കാനും വലിച്ചു കീറാനും തുടങ്ങി. അവൾ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ എബ്രഹാം വാതിൽ തുറന്ന് അകത്തേക്ക് വന്നിരുന്നു. എങ്കിലും അവൾക്ക് ചുറ്റും സകലത് ഉടഞ്ഞിടന്നിരുന്നു. തലയിണകൾക്ക് പുറമെ മെത്തയിലെ പഞ്ഞി വരെ നാലു ഭാഗത്തേക്കും പാറി പറക്കുന്നു. ഒരു ചില്ല് കഷ്ണം കയ്യിലെടുത്ത് അവൾ അങ്ങിങ്ങായി സ്വയം മുറിവേൽപ്പിക്കുന്നു. മോളെ ചന്തു! എബ്രഹാം അരികിലേക്ക് ഓടിയെടുത്തുകൊണ്ട് തടയാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. അവൾ അങ്ങേയറ്റം ബലത്തോടെ എബ്രഹാമിനെ തള്ളിമാറ്റുകയും ഒരു ഭ്രാന്തിയുടെ സകല ഭാവങ്ങളോടും കൂടെ തന്റെ തല ഭിത്തിയിലേക്ക് ആഞ്ഞിടിക്കുകയും ചെയ്തു. മോളെ, ഞാൻ പറയുന്ന കേൾക്ക്. എബ്രഹാം മുഴുവൻ ശക്തിയുമെടുത്ത് അവളെ പിടിച്ചു വെച്ചു. എന്റേതല്ലേ, പറയൂ. ദേവേട്ട എന്റെ മാത്രമല്ലേ? വരില്ല ഇനി ഒരു വട്ടെങ്കിലും വരില്ല എന്റെ അരികിലേക്ക്. കല്യാണം കഴിഞ്ഞോ? ദേവേട്ടനപ്പോ ഈ ചന്ദനെ വേണ്ടാന്ന് തന്നെയാണോ? പിന്നെ എന്തിനായിരുന്നു മോഹിപ്പിച്ച്? ഒഴിഞ്ഞു മാറിയിട്ടല്ലേ ഉള്ളൂ ഞാൻ. എന്നെ സ്നേഹിക്കരുതെന്ന് പറഞ്ഞതായിരുന്നില്ല ഞാൻ. എന്നിട്ടും പുറകെ വന്ന് എന്റെ മനസ്സ് കീഴടക്കി. ഞാനും സ്നേഹിച്ചു, പ്രാണനോളം തന്നെ സ്നേഹിച്ചു. അപ്പോഴാ പറയുന്ന എന്നെ വേണ്ടാന്ന്. അതിന് മാത്രം എന്താ ഞാൻ ചെയ്ത്? എല്ലാവരെയും സ്നേഹിച്ചതോ അനുസരിച്ചതോ ആരെയും വേദനിപ്പിക്കാണ്ട് ജീവിച്ചതോ? എന്താണ് പറയുന്നെന്നോ ചെയ്യുന്നെന്നോ അവൾക്കറിയില്ലായിരുന്നു. പദം പറഞ്ഞ തേയും കൊണ്ട് എബ്രഹാമിന്റെ കൈകളിലേക്ക് ഊർന്നു വീണു. അയാൾ അവളെ ബെഡിലേക്ക് കിടത്തി. പാറി പറക്കുന്ന അവളുടെ മുടികളിലൂടെ വേദനയോടെ തഴുകുകയും അവയെ മാടി ഒതുക്കി വെക്കുകയും ചെയ്തു. പതിവ് പോലെ മെഡിസിനും ഇഞ്ചക്ഷനും നൽകി. ഒന്നും കണ്ടിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അയാൾക്ക്. ജീവിതത്തിൽ ആദ്യമായി താൻ തളർന്നു പോവുകയാണെന്ന് തോന്നി. ഒരുപക്ഷെ സ്വന്തം മകളായ ചിഞ്ചുവിനെ ഓർത്തുപോലും താൻ ഇത്രമാത്രം വേദനിച്ചിട്ടില്ലെന്ന് ഓർത്തു അയാൾ. പുറം കയ്യാലെ മിഴിനീർ തുടച്ച് മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങി. അപ്പോഴും അവളുടെ ചുണ്ടുകൾ ഉരുവിടുന്നുണ്ടായിരുന്നു. എന്റേത് മാത്രം. ആരായിരുന്നടാ കുറെ നേരം തുടങ്ങിയിട്ട്? കോൾ കെട്ടി തിരിയുമ്പോഴാണ് തെരേസ പുറകിൽ നിന്ന് ചോദിക്കുന്നത്. ശരണായിരുന്നു അമ്മച്ചി, വസുവിന്റെ കാര്യം പറയായിരുന്നു. വസുവിന്റെയോ? വസുവിന് എന്ത് പറ്റി? എന്താ അമ്മച്ചി ചുമ്മാ ടെൻഷൻ ആവില്ലേ? അമ്മച്ചിയുടെ വസുവിനൊന്നും പറ്റിയിട്ടില്ല. ഉടനെ തന്നെ അവരെ കല്യാണം കൂടാന്ന് പറയായിരുന്നു ഞങ്ങള്. ആഹാ, അതൊരു സന്തോഷ വാർത്തയാണല്ലോ. അല്ല, അതിനവൻ സമ്മതിച്ചോ? മിനിയാന്ന് ടൗണിൽ വെച്ച് ഞാൻ രാധികയെ കണ്ടിരുന്നു. അപ്പൊ കൂടെ അവള് പറഞ്ഞേ ഉള്ളൂ
കല്യാണക്കാര്യം പറയുമ്പോൾ അവൻ അമ്പിനെ വില്ലിനെ അടിക്കുന്നില്ല എന്ന്. അതവന്റെ മനസ്സിലിണങ്ങുന്ന പെൺകുട്ടികളെ കിട്ടാത്തോണ്ടാ. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, അവന് പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. കേട്ടപ്പോൾ ആദ്യം ഞാനും അത്ഭുതപ്പെട്ടു. ശരൺ പറയുമ്പോൾ തമാശ മാത്രമെന്നാണ് കരുതിയത്. പക്ഷെ പിന്നീട് വസു എന്നെ പറഞ്ഞു. അപ്പോൾ മാത്രമേ ഞാൻ വിശ്വസിച്ച്. നല്ല കുട്ടി അമ്മച്ചി, വസുവിനെ നന്നായിട്ട് ചെയ്യും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വട്ടം. വസുവളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അമ്മച്ചി ഞെട്ടും. പിന്നെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൾ അയ്യർ കുടുംബത്തിൽ പെട്ടതാ. വസുവിന്റെ വീട്ടുകാർക്ക് എതിർപ്പൊന്നും പറയില്ല. പക്ഷെ ആ കുട്ടിയുടേത് എങ്ങനെയാണെന്ന് അറിയില്ല. മാത്രമല്ല അവൾ ഇതുവരെ ഒരു പോസിറ്റീവ് റിപ്ലൈ കൊടുത്തിട്ടുമില്ല. ഇന്നത്തെ കാലത്തെ കുട്ടികളല്ലേ, എല്ലാം പെട്ടെന്നല്ലേ. അതുകൊണ്ട് ഒരുപാട് കാലമൊന്നും പുറകെ നടത്തിയിട്ടില്ല. ആ കൊച്ചി വേഗം തന്നെ ഒരു തീരുമാനം പറഞ്ഞോളൂ. ഇളമസി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതേ ഉള്ളൂ. അതിന്റെ ധൈര്യമൊന്നും ആ കുട്ടിക്കില്ല. വളരെ പാവ, വല്ലാത്തൊരു ശാന്തത. ഉള്ളു നിറയെ വീട്ടുകാരുടെ സ്നേഹവും ബഹുമാനവും ഭയവുമാണ്. സ്വന്തം വീടിനപ്പുറം മറ്റൊരു ലോകം കണ്ടിട്ടില്ല അവള്. അങ്ങനെ ഒരു ലോകവും ഇല്ല അവൾക്ക്. അവളുടെ ആ പ്രത്യേകതകൾ തന്നെയാണ് വസുവിന്റെ മനസ്സ് കീഴടക്കി. അവളെ കണ്ടുമുട്ടിയതിനു ശേഷം വസു പഴയതിനേക്കാൾ ഹാപ്പിയാണ്. അറിഞ്ഞ രാധികാന്റിക്ക് ഒരുപാട് സന്തോഷമാവും. അമ്മമാരോട് സ്നേഹമുള്ള മക്കൾ അങ്ങനെയാ. ആദിക്ക് എത്ര വേണ്ടാന്ന് പറഞ്ഞാലും ഒടുക്കം സമ്മതിക്കും. എനിക്കൊണ്ടൊരു മകൻ പുറത്തേക്ക് ഇറങ്ങാൻ മേലാതെയായി നീ കാരണം. എങ്ങോട്ട് തിരിഞ്ഞാലും ചോദിക്കും, സണ്ണിക്ക് കെട്ടൊന്നും ആയില്ലേന്ന്. എത്ര കാലമായിടാ ഞാൻ ഇത് പറഞ്ഞതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. ജോലിയോ കൂലി ഒന്നില്ലെങ്കിൽ അതെങ്കിലും ഒരു കാരണമായി പറയായിരുന്നു. ഇതിപ്പോ എന്ത് പറഞ്ഞാൽ നീ വെച്ച് താമസിപ്പിക്കുന്നത്? വസു നീ ഒരേ പ്രായമല്ലേ. ഇനി ഞങ്ങൾ കണ്ടുപിടിക്കുന്ന പെൺകൊച്ചിനെ വേണ്ടാന്നാണെങ്കിൽ അവൻ കണ്ടുപിടിച്ച പോലെ നിനക്കൊരാളെ കണ്ടുപിടിച്ചുകൂടെ? ഞങ്ങൾ ഏതായാലും നിന്റെ ആഗ്രഹത്തിന് എതിർക്കാനൊന്നും പോകുന്നില്ല. നീ ഒരുത്തിയെ വീട്ടിലേക്ക് മരുമകളായി കൊണ്ടുവരുന്ന കണ്ട് കണ്ണടക്കാനുള്ള ഭാഗ്യമൊന്നും കർത്താവ് ഞങ്ങൾക്ക് തന്നു കാണുകയല്ല. ഏതായി തെരേസ കൊച്ചിന്റെ പ്രശ്നം പറഞ്ഞപ്പോഴേയും കണ്ണിറക്കാൻ തുടങ്ങി എന്റെ അമ്മച്ചി. സാന്ദ്രക്ക് വയസ്സ് എത്രയെന്നറിയോ? 19 കഴിഞ്ഞു, 20 പോകുന്നു. വിവാഹപ്രായത്തിൽ അവളിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരുത്തി കെട്ടിക്കൊണ്ടുവരാം. ആദ്യം അവളുടെ നടക്കട്ടെ, എന്നിട്ട് മതി എന്റേത്. നിനക്ക് കെട്ടാൻ മനസ്സിലേ വേണ്ട, നീ കെട്ടണ്ട. അതിന് അവളുടെ പ്രായം ഒന്നും കൂട്ടി പറയണ്ട. 19 തികഞ്ഞിട്ടില്ല അവൾക്ക്. അഥവാ തികഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഒരു പ്രായമാണോ? അവളിപ്പോൾ പഠിക്കുകയല്ലേടാ. ഡിഗ്രി കഴിയാൻ ഇനിയുണ്ട് 1.5 വർഷം. ഏതായാലും ഡിഗ്രി കംപ്ലീറ്റ് ആവാതെ അവൾക്ക് പയ്യനെ നോക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഇല്ലാത്ത കുട്ടികളും ഉണ്ടാവും. ആൺകുട്ടികൾക്ക് മാത്രമല്ല പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം വേണം. ജോലി നേടിയില്ലെങ്കിലും സാരില്ല, 4 ആൾ കൂടുന്നിടത്തുനിന്ന് ധൈര്യമായിട്ട് സംസാരിക്കാമല്ലോ. ഒരു ഡിഗ്രിക്കാരിയാണെന്ന് പറയാമല്ലോ. ഒന്നുമില്ലെങ്കിലും നാളെ സ്വന്തം കൊച്ചുങ്ങൾ ഒരു സംശയം ചോദിക്കുമ്പോൾ അതെങ്കിലും പറഞ്ഞു കൊടുക്കാമല്ലോ. മേലാൽ നിന്റെ കല്യാണക്കാരൻ സംസാരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ അവളുടെ കാര്യം എടുത്തിട്ട് നീ മുടക്ക് പറയരുത്. അവൾക്കും കാണില്ലയുടെ ആഗ്രഹം നിന്റെ ഭാര്യയായിട്ട് വരുന്നവളോട് കൂട്ടുകൂടാനും നിന്നെ സ്നേഹിക്കുന്ന പോലെ അവളെ സ്നേഹിക്കാനൊക്കെ. കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോയാൽ അവൾക്ക് ഇതൊന്നും അനുഭവിക്കാൻ കഴിയില്ല. ഇന്നലെയും കൂടെ അവൾ പറഞ്ഞു നിന്റെ കല്യാണക്കാര്യം ശരിനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവളുടേതെങ്കിലും. തുടർന്ന് പറയാൻ കഴിഞ്ഞില്ല തെരേസക്ക്. വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു. പഴയ ഓർമ്മകളിൽ കണ്ണുകൾ നിറയുകയും ചുണ്ടുകൾ വിറക്കുകയും ചെയ്തു. അമ്മച്ചി എന്താ ഇങ്ങനെ? അമ്മച്ചി എന്നല്ലേ പറയാറ് എല്ലാം കർത്താവിന്റെ വിധിയാണെന്ന്. അങ്ങനെ കരുതി സമാധാനിക്കണമെന്ന് സണ്ണിയുടെ ഉള്ളിലും നോവുണർന്നിരുന്നു. എങ്കിലും അവനത് മറച്ചു പിടിച്ചു. തെരേസയുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചു. തെരേസ അപ്പോൾ തന്നെ സാരി തലപ്പൂണ്ട് മിഴികൾ തുടച്ചു. ഒരു വട്ടം തന്നെ തകർന്ന അവസ്ഥ കണ്ട് തന്നേക്കാൾ തകർന്നാണ് തന്റെ മകൻ. ഇനി ഒരിക്കൽ കൂടെ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിന് താൻ എപ്പോഴും നെഞ്ചുറപ്പോടെ തന്നെ ഇവന്റെ കൂടെ ഉണ്ടാവണം. തെരേസ മനസ്സിനെ ദൃഢപ്പെടുത്തി. നീ വാടാ, ആ താഴെ എടുത്തു വെച്ച്. അപ്പച്ചനെന്തി കഴിച്ചോ? സാന്ദ്രമോളോ? അപ്പച്ചന് വിശപ്പില്ലെന്ന് സെലിന്റെ മുറിയിലേക്ക് കയറിപ്പോകുന്ന കണ്ടു. ഞാൻ വിളിച്ചില്ല, മനസ്സ് അസ്വസ്ഥമായിരിക്കും, ശാന്താവട്ടെ എന്ന് കരുതി. സാന്ദ്ര നേരത്തെ കഴിച്ചു കിടന്നു. തലവേദനയാണെന്ന്. തലവേദനയോ? എന്നിട്ടത് പറയാത്ത? നീ ആദ്യം പിടിക്കൊന്നും വേണ്ട, അതിന് മാത്രം ഒന്നുമില്ല. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ചെറുതായിട്ട് മഴ നനഞ്ഞിരുന്നു. അതിൻ്റെയാ. തുമ്മലും ചീറ്റിലും തുടങ്ങിയിട്ടുണ്ട്. ചൂട് കഞ്ഞി കോരിക്കൊടുത്തു. അത് കഴിച്ചിട്ടാ കിടന്നു. നീ വാ, ഭക്ഷണം തണുത്ത് കാണും. തെരേസ താഴേക്കുള്ള പടികളിറങ്ങി. സണ്ണി താഴേക്ക് പോകുന്നതിന് മുന്നേ സാന്ദ്രയുടെ മുറിയിലേക്കൊന്ന് കയറി. അവൾ ഉറങ്ങിയായിരുന്നു. അവൻ അരികിലിരുന്ന് അവളുടെ നെറ്റിയിൽ തൊട്ടു നോക്കി. പനിയൊന്നും ഇല്ലായിരുന്നു. തെരേസ പറഞ്ഞ പോലെ മഴ നനഞ്ഞതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടാണ് അവൾക്കെന്ന് മനസ്സിലായി. വാത്സല്യത്തോടെ അവളുടെ കവിളിൽ തഴുകുകയും പതിവ് പോലെ നെറ്റിത്തടത്തിൽ മുത്തം നൽകുകയും ചെയ്തു. പുതപ്പൊന്നുകൂടെ കയറ്റിയിട്ട് കൊടുത്തുകൊണ്ട് അവൻ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി. ഓ എന്താ സുഖം! അവളെ സ്വപ്നം കണ്ട് കിടക്കുമായിരിക്കും. തലയിണയും കെട്ടിപ്പിടിച്ച് ബെഡിൽ ചെരിഞ്ഞെടുക്കുന്ന വസുവിന്റെ അരികിൽ ശരൺ വന്നിരുന്നു. എന്താ സംശയം? വാസു എഴുന്നേറ്റിരുന്ന് തലയിണെടുത്ത് മടിയിലേക്ക് വെച്ചു. അല്ല, രാത്രി സഞ്ചാരമൊക്കെ നിർത്തിയോ നീ? 2 ദിവസം വലുതായിട്ടുണ്ടായിരുന്നല്ലോ. പമ്മി താഴേക്കിറങ്ങിലും ആരും അറിയാതെ കഥ കുറന്ന് പോകലും പിന്നെ 12 മണിക്ക് കയറി വരലൊക്കെ. എന്നെ കാണുമ്പോൾ തന്നെ അവൾ തളർന്നു പോവടാ. അപ്പൊ പിന്നെ രാത്രി കാലങ്ങളിൽ ഞാൻ അവളുടെ ബെഡ്റൂമിൽ കയറി ചെല്ലുമ്പോൾ അവളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരണം. അവിടെ ആ പരിഭ്രമം ഒരുപാട് ഇഷ്ടമാണെന്നാലും ആ കണ്ണുകൾ നിറയുന്ന കാണാനാവുന്നില്ല. അതുകൊണ്ട് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അവളെ ദൂരെ നിന്നൊന്ന് കണ്ടിട്ട് പോരുക. അപ്പൊ അവള് നിന്നെ കാണാറില്ലേ? ഉണ്ടല്ലോ, അവളുടെ ഉള്ളിൽ എവിടെയോ എന്നോട് പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ടാ. അല്ലെങ്കിൽ ഇതിനെ എല്ലാ വൈകുന്നേരം അവിടെ കണ്ണുകൾ എന്നെ തിരയുന്നു. ഞാൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ പ്രതീക്ഷിച്ചെന്തോ കാണാൻ കഴിയാത്തതിന്റെ വേദന ഞാൻ ആ കണ്ണുകളിൽ കാണാറുണ്ട് ശരൺ. ഓ പിന്നെ പ്രണയം തലക്ക് പിടിച്ച എല്ലാവരും പറയുന്നത് ഇതൊക്കെ ഓർമ്മയുണ്ട് നിനക്ക്? ഞാൻ ചിഞ്ചുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ നീ എന്നെ കളിയാക്കിയത്.
എന്തൊരു കഷ്ടമാണ്. ഈ ശല്യം ഇന്നുണ്ടോന്നായിരിക്കും അവൾ നോക്കുന്നതിന്റെ അർത്ഥം. അങ്ങനെയും ചിന്തിക്കാലോ. നീ പോടാ തിണ്ടി. ഞാൻ തന്നോക്കി എനിക്ക് തന്നെ തിരിച്ചറിയാണല്ലോ നീ. അല്ലാണ്ട് പിന്നെ നിനക്കിവിടെ സുഖവും സന്തോഷവും സ്വപ്നം കാണുള്ളൂ. എന്റെ വേദന നീ അറിയുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയടാ? നിന്നെ ഇഷ്ടമില്ലാത്തൊരു പെണ്ണിനോട് നിന്നെ സ്നേഹിക്കണമെന്ന് ആവശ്യപ്പെടാൻ പറ്റുമോ എനിക്ക്? ഇപ്പൊ അവൾ എൻ്റെ അനിയത്തിയാണെന്ന് നേരാ. പക്ഷെ അതിനപ്പുറം സ്വന്തമായ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും നിലപാടൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാവള്. അതിൽ കൈ കടത്താൻ എനിക്കാവില്ല. അതിപ്പോ നിനക്ക് വേണ്ടിയിട്ടല്ല, ആർക്ക് വേണ്ടിയിട്ടായാലും. പിന്നെ അവൾ സ്നേഹിക്കുന്നതിന് അവളോട് അതേ ഇഷ്ടവും താല്പര്യം ഉണ്ടെന്നും ആ പ്രണയം സ്വന്താക്കാൻ അവൾ എൻ്റെ സഹായം തേടുകയാണെന്ന് ഇരിക്കട്ടെ, എങ്കിലും ഉറപ്പായിട്ടും ഞാൻ അവളെ സഹായിക്കും. കാരണം അനിയത്തിയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കേണ്ട ഒരു ഏട്ടൻ്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചിഞ്ചുവിനോട് എനിക്കിന്ന് അത്രയുടെ സ്നേഹവും വാത്സല്യമുണ്ട് ശരൺ. നീ വെറുതെ അവൾക്ക് വേണ്ടി നിന്റെ ടൈം കളയരുത്. അത് ചിലപ്പോൾ അവൾക്കും വേദനയായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ വസു, അവൾക്കൊരിക്കലും അവളുടെ പ്രണയം കിട്ടിയതെന്ന് ഞാൻ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യില്ല. പക്ഷെ കാത്തിരിക്കും അവൾ കല്യാണം കഴിയുന്നവരെ. അതെന്തിനെന്ന് ചോദിക്കരുത് എന്നോട്. നിനക്ക് ചന്ദൻ അത്രത്തോളം പ്രിയപ്പെട്ടതാണ്, അത്രത്തോളം തന്നെ പ്രിയപ്പെട്ടതാടാ എനിക്ക് ചിഞ്ചു. അതുകൂടെ നീ ഒന്ന് ആനിയോട് ചന്ദനയുടെ കാര്യം പറയാത്തത്? ആനി നിനക്ക് അവിടെ പിടിപ്പത് പെണ്ണാലോചിക്കുന്ന തിരക്കില്ല. ആളെ നിനക്കറിയാം, ഒരുവട്ടം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ആര്? സാന്ദ്രയോ? വാസു സംശയത്തോടെ ചോദിച്ചു. യെസ്. ശരൺ ചിരിക്കാൻ തുടങ്ങി. ഈ അമ്മ. അതേടാ, അമ്മ തന്നെയാ. എന്താ അവൾക്കൊരു കുറവ്? സാന്ദ്ര മോളെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവൾ നമ്മുടെ കൂട്ടരിൽ നിന്ന് മാത്രം ആകെ ഒരു പ്രശ്നം. പക്ഷെ അതൊരു കുറവായിട്ടോ പ്രശ്നമായിട്ടോ ഞാൻ കാണുന്നില്ല. നിന്റെ അച്ഛനും പറഞ്ഞു പ്രശ്നമില്ലെന്ന്. പിന്നെ കുടുംബക്കാർ അവരുടെ വായ അടപ്പിക്കാനൊക്കെ എനിക്കറിയാം. ജാതിയിലും മതത്തിലൊന്നും ഒരു കാര്യമില്ല. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മനഃശുദ്ധിയിലൊക്കെയാണ് കാര്യം. അത് സാന്ദ്രമോൾക്ക് ആവോളുണ്ട് താനും. അല്പം കുറുമ്പിയ. അത് വീട്ടിൽ ഇളയൂട്ടി ആയതുകൊണ്ടാണ്. അല്ലാതെ നല്ല അനുസരണയും അടക്കോ ഒതുക്കൊക്കെയുള്ള മോളാ. സണ്ണി എങ്ങനെ അവളെ വളർത്തിയിരിക്കുന്നെന്ന് നിനക്ക് അറിയാത്തൊന്നുമല്ലല്ലോ. എൻ്റെ അമ്മ ഈ പറഞ്ഞത് എങ്ങോട്ടാ പോകുന്നത്? സാന്ദ്ര നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. എനിക്ക് അവളോട് അങ്ങനെ ഇഷ്ടം തോന്നണ്ടേ? സണ്ണിയുടെ കുഞ്ഞനുജത്തി അവള്. ഞാനും അവൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരനിയത്തിയോടുള്ള സ്നേഹത്തിനും വാത്സല്യത്തിനും അപ്പുറം മറ്റൊന്നുമില്ല എനിക്ക് അവളോട്. എൻ്റെ മനസ്സിൽ ഒരാളുണ്ടമ്മ. ഞാൻ സ്നേഹിക്കുന്ന അവളെയാണ്. നമുക്ക് എന്തിനാ ഒരു നസ്രാണി കൊച്ചിനെ? നല്ലൊരു ഹിന്ദു കൊച്ചിനെ തന്നെ തരില്ല ഞാൻ എൻ്റെ അമ്മയ്ക്ക്. ചന്ദന എന്നാ പേര്. ചന്ദന അയ്യർ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.